2023 മാർച്ചിൽ ബ്രഹ്മപുരത്തെ മാലിന്യ പ്ലാന്റിൽ തീ പടർന്ന് കൊച്ചിയിൽ വിഷപ്പുക നിറഞ്ഞത് 11 ദിവസമാണ്. നിരവധി ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടും സംഭവം കഴിഞ്ഞ് 2 വർഷമാകുമ്പോഴും പ്ലാന്റിൽ നിന്നും ഉയരുന്ന പുക കാരണം പൊറുതിമുട്ടിയിരിക്കുകയാണ് പ്രദേശവാസികൾ. പ്രായമായവർക്കും കുട്ടികൾക്കും ഉൾപ്പെടെ പലതരത്തിലുള്ള ശാരീരിക അസ്വസ്ഥതകൾ നേരിടേണ്ടി വന്നു. ബ്രഹ്മപുരം ആക്ഷൻ കൗൺസിലിന്റെയും കൊച്ചി ക്യാൻ ബ്രീത്ത് എന്ന സംഘടനയുടെയും നേതൃത്വത്തിൽ വീണ്ടും സമരത്തിനൊരുങ്ങുകയാണ് പ്രദേശവാസികൾ. കഴിഞ്ഞ ഒരു മാസമായി ബ്രഹ്മപുരത്തെ മാലിന്യ പ്ലാന്റിൽ നിന്നും വീണ്ടും വിഷപ്പുക ഉയരുകയാണ്. പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള പലവിധത്തിലുള്ള മാലിന്യങ്ങൾ കത്തുന്ന പുക അന്തരീക്ഷത്തിൽ ലയിച്ച് ഏറെ ദൂരത്തേക്ക് വ്യാപിക്കുന്നു. വൈകുന്നേരത്താണ് കൂടുതലായി പുക പടരുന്നത്. പിന്നെ മണിക്കൂറുകളോളം പ്രദേശത്തെ കുടുംബങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇവിടുത്തെ വായു അധിക നേരം ശ്വസിച്ചാൽ ചുമയും ശ്വാസതടസ്സവും അനുഭവപ്പെടുന്നു. വീണ്ടും വിഷപ്പുക ഉയരുന്നത് ഗുരുതരാരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്ന് റെസിഡൻസ് അസോസിയേഷൻ മാനേജിംഗ് കമ്മിറ്റി മെമ്പർ ജയഗോപാൽ പറയുന്നു. അത് അനുഭവിക്കുക തന്നെ വേണം. അതായത് ബ്രീത്ത് ചെയ്യാൻ പറ്റുന്നില്ല ആൾക്കാർക്ക്. ഇവിടെ ആസ്മാറ്റിക് ആയിട്ടുള്ള ആളുകളുണ്ട്, കുട്ടികളുണ്ട്, പ്രായമുള്ളവരുണ്ട്, ഇങ്ങനെയുള്ള ആൾക്കാരെല്ലാവരും ഉള്ളതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ശ്വസിക്കാൻ ബുദ്ധിമുട്ടായിട്ട് കുട്ടികളെ ഒന്നും റൂമിന് വെളിയിൽ ഇറക്കാറില്ല പേരൻസ്. 2023 തീപിടുത്തത്തിന് ശേഷം പ്രദേശത്തെ ആരോഗ്യ പ്രശ്നങ്ങൾ പഠിക്കാനും വിലയിരുത്താനും DMOയുടെ നേതൃത്വത്തിൽ ആരോഗ്യ സംഘത്തെ നിയോഗിക്കാമെന്ന് അധികൃതർ പറഞ്ഞിരുന്നെങ്കിലും ഒന്നും നടന്നില്ല. മാലിന്യങ്ങൾ നീക്കം ചെയ്യുമ്പോൾ രോഗാണുക്കൾ പടരാതിരിക്കാനുള്ള കീടനാശിനികൾ ഉപയോഗിക്കണമെന്ന നിബന്ധന കൊണ്ടുവന്നെങ്കിലും ഇത് പാലിക്കപ്പെടുന്നില്ലെന്ന് റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് സന്തോഷ് കുമാർ രാമചന്ദ്രൻ പറഞ്ഞു. ജോലിക്കാർ അവരുടെ ഇഷ്ടത്തിനാണ് ഇത് ഇളക്കുന്നതും ഇവിടുന്ന് എടുത്തുകൊണ്ട് പോകുന്നതും. അന്നേരം ഇനോക്കുലം ബാക്ടീരിയ ഇടാതെ ചെയ്യുന്ന ദിവസങ്ങളിലെല്ലാം ഇവിടങ്ങളിൽ ഈ പ്രദേശങ്ങളിലേക്കും വൈകുന്നേരം ഇരിക്കാനൊക്കത്തില്ല. അല്ല, ഭയങ്കര നാറ്റമാണ്. മാലിന്യ പ്ലാന്റുമായി ബന്ധപ്പെട്ട വായുമലിനീകരണ പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന സർക്കാർ ഉൾപ്പെടെയുള്ള അധികൃതരുടെ വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടുന്നില്ലെന്ന ആരോപണവും ഉയരുന്നുണ്ട്. നിലവിൽ കളക്ടറെ കണ്ട് അടിയന്തര സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ട്. നടപടി ഉണ്ടായില്ലെങ്കിൽ സമരമുഖത്ത് വരാനാണ് പ്രദേശവാസികളുടെ തീരുമാനം. 2023 ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിൽ തീപിടിച്ച് പുകയുയർന്ന് ജനങ്ങൾ ഒന്നടങ്കം പ്രതിസന്ധിയിലാകുന്നത്. നിലവിൽ 2025 പോലും ജനങ്ങൾക്ക്, അതായത് ഇവിടുത്തെ പ്രദേശവാസികൾക്ക് ഈ ദുരിതം ഒഴിയുന്നില്ല എന്നതാണ് വാസ്തവം. ക്യാമറമാൻ പി ശശികാന്തിനോടൊപ്പം സാരംഗ് PS, അമൃത ന്യൂസ്, കൊച്ചി. 15 ദിവസത്തിലധികമായി പ്രദേശത്ത് വിഷപ്പുക ഉയരുകയാണ് എന്നാണ് നാട്ടുകാരുടെ പരാതി. പ്രായമായവരും കുട്ടികളും ഉൾപ്പെടെയുള്ള കുടുംബങ്ങൾക്ക് പല സമയങ്ങളിലും പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത സാഹചര്യമാണ്. നാട്ടുകാരുടെ തന്നെ പ്രതികരണങ്ങൾ കേൾക്കാം. അസോസിയേഷൻ ഫോം ചെയ്തത് ഏതാണ്ട് 2008 അന്ന് തൊട്ട് ഈ സ്മെല്ലും ഇതുമൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഈ കത്തി കഴിഞ്ഞപ്പോൾ കുറച്ച് നാളത്തേക്ക് കുറവുണ്ടായിരുന്നു. എന്നാലും ഇപ്പോൾ ഒരു 15 ദിവസമായി വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. നാളത്തെ യൂത്തിന് ഇവിടെ എത്ര സ്കൂളുകളുണ്ട്, എത്ര കുട്ടികളുണ്ട്. ഇതേപോലെയുള്ള ആൾക്കാരോട് ഒരു ജനറേഷനെ നശിപ്പിക്കുന്ന അവസ്ഥയിലേക്കാണ് ഇവിടെയുള്ള ബ്രഹ്മപുരത്തിൻ്റെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പല പ്രാവശ്യം പല ചാനലുകളും മറ്റുമൊക്കെ ശ്രദ്ധയപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ ആർക്കും താല്പര്യമില്ല. അതിനെന്തെങ്കിലും ശാശ്വതമായ ഒരു പരിഹാരം വരും കാണും പറയലും മാത്രമല്ലാണ്ട് അതൊരു ശാശ്വതമായ പ്രക്രിയയിൽ വന്നിട്ടില്ലെന്ന് വരും. ഒരു ശാശ്വത പരിഹാരം ഇതിനെ കണ്ടില്ലെങ്കിൽ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. കുറേ വർഷങ്ങളായി അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഈയിടെ കുറച്ച് നാളൊരു ആശ്വാസം ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ വീണ്ടും പിന്നെയും ബ്രഹ്മപുരത്തു നിന്നുള്ള മണം ഞങ്ങൾ വല്ലാതെ അലട്ടുന്നുണ്ട്. വെരി അൺകംഫർട്ടബിൾ ആണ്. വൈകുന്നേരങ്ങളിൽ കഴിവതും ജനലെല്ലാം അടച്ച് പുറത്തിറങ്ങാതിരിക്കുക. ആ സമയങ്ങളിൽ പുറത്തിറങ്ങുമ്പോൾ ശരിക്കും ബുദ്ധിമുട്ടുണ്ട്. കൂടുതൽ വിശദാംശങ്ങളുമായി PS സാരംഗ് ചേരുന്നുണ്ട്. സാരംഗ്, ഈ പ്രദേശവാസികളുടെ പ്രതികരണത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ് അവിടുത്തെ ഒരു ദുരിത ജീവിതം. നമുക്കറിയാം, ഈ ബ്രഹ്മപുരത്തെ മാലിന്യ പ്ലാന്റിൽ തീപിടുത്തവും പ്രദേശത്തെ ജനങ്ങൾക്കുണ്ടായ ദുരിതവുമൊക്കെ കേരളം എത്രയോ വട്ടം ചർച്ച ചെയ്ത വിഷയമാണ്. ഇപ്പോഴും സംഭവം നടന്ന് 2 വർഷം കഴിഞ്ഞിട്ടും സ്ഥലത്ത് വീണ്ടും വിഷപ്പുക ഉയരുന്നത് ഈ പ്ലാന്റിലെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട അപാകതകൾ തന്നെയല്ലേ ചൂണ്ടിക്കാട്ടുന്നത്? 2023 ഇത്തരത്തിൽ ബ്രഹ്മപുരത്തെ മാലിന്യ പ്ലാന്റിൽ തീ പിടിക്കുന്നതും തുടർന്ന് അവിടുത്തെ ജനങ്ങൾ, ഈ പ്രദേശത്തെ ജനങ്ങൾ ഏതാണ്ട് 11 ദിവസത്തോളം മാലിന്യ വിഷപ്പുക അല്ലെങ്കിൽ വിഷപ്പുക ശ്വസിച്ച് ജീവിക്കേണ്ടി വന്നത്. വലിയ രീതിയിലുള്ള വിവാദങ്ങൾക്കൊക്കെ ഈ ഒരു സംഭവം വിഷയമായിരുന്നു. നിലവിൽ 2025 പോലും ഇത്തരത്തിൽ ഈ പ്രദേശത്തെ മാലിന്യ പ്ലാന്റ് മൂലമുള്ള പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല എന്നുള്ളത് നിസ്സാരമായി തള്ളിക്കളയേണ്ട വിഷയമല്ല. അത് അധികൃതരുടെ കാതുകളിലേക്ക് എത്തുക തന്നെ വേണം.
അതിന് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്തുകയും വേണം. ഏതാണ്ട് ഇപ്പോൾ 15 ദിവസത്തിന് മുകളിലായി നിലവിൽ ഇത്തരത്തിൽ ജനങ്ങൾ വീണ്ടും ഈ പുക മൂലവും അതുപോലെ തന്നെ ദുർഗന്ധവും മൂലവുമുള്ള പ്രതിസന്ധി രൂക്ഷമായി നേരിടുകയാണ്. പ്രദേശത്ത് നിരവധി കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രായമായവരും കുട്ടികളും ഉൾപ്പെടെയുള്ള ഈ പ്രദേശത്ത് നിലവിൽ ഇവിടെയുള്ളവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളടക്കം കണ്ടു തുടങ്ങി. അധികൃതരെ പലവട്ടം അറിയിച്ചിട്ടും ഈ ഒരു വിഷയത്തിൽ ഒരു നടപടി ഉണ്ടായില്ല എന്ന് തന്നെയാണ് അധികൃതരുടെ പരാതി. പ്രധാനമായും ഈ വിഷയം 2023 വിവാദമായതോടെ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള അന്വേഷണങ്ങളും മറ്റു കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഈ പ്ലാന്റിലെ മാലിന്യങ്ങൾ സംസ്കരണവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള അഴിമതികളാണ് നടന്നിട്ടുള്ളതെന്ന് ഉള്ള കണ്ടെത്തലുകളൊക്കെ ഉണ്ടായിരുന്നു. പ്രധാനമായും സോണ്ട എന്ന കമ്പനിക്കായിരുന്നു ഇതിൻ്റെ മാലിന്യ സംസ്കരണത്തിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചുമതലപ്പെടുത്തിയിരുന്നത്. എന്നാൽ ഈ കമ്പനി കൃത്യമായ രീതിയിലുള്ള നടപടികൾ നടത്തിയില്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടില്ല എന്നുള്ളത് വലിയ വിവാദങ്ങളായിരുന്നു. അതുപോലെ തന്നെ പല രീതിയിലുള്ള അഴിമതികൾ ഈ കമ്പനിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നതടക്കമുള്ള വിവാദങ്ങൾ ഏറെ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ടൊരു ശാശ്വത പരിഹാരം തന്നെയാണ് ഉണ്ടാകേണ്ടത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്നും സാരംഗ് PS.